ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വിഷമകരമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിന്ന് ചർച്ചിലൊക്കെ പോയിട്ട് വന്നു. ഇന്ന് ഓശാന ഞായറല്ലേ. അപ്പോൾ ചർച്ചിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് പിന്നെ ഓണിയൻ വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് വഴിയോര കച്ചവടക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് കയറി. അപ്പോൾ എത്ര 7 കിലോ 100 രൂപയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആവശ്യമില്ലാഞ്ഞിട്ടും കണ്ടപ്പോൾ ഒരു അത്യാഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങായിരുന്നു. അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ചപ്പ് ചവറുകൾക്കിടയിൽ ഒരു പെൺകുട്ടി, ഒരു 10-20 വയസ്സടുപ്പിച്ച് വരുമായിരിക്കും. എനിക്കതിനെ കണ്ടിട്ട് പ്രായം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും അതിനെ ഒരു 20 വയസ്സിനകത്ത് കാണും. ഞാൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടി ചപ്പ് ചവറുകൾക്കിടയിൽ എന്തോ തിരയുന്നു. ഞാൻ വിചാരിച്ചു എന്താ ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ തിരഞ്ഞു പറക്കും, അവർക്ക് കൊണ്ടുപോയി വിറ്റ് കാശെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അതിന് ഉടുതുണിയില്ല. ഉടുതുണിയില്ല എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഭാഗമുണ്ട്, താഴത്തെ ഭാഗത്ത് ഒന്നുമില്ല. അത് ഒരു ചുരിദാറിൻ്റെ ഒരു ടോപ്പാണ് ഇട്ടേക്കണേ. അപ്പോൾ മനസ്സിലായി, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയുമല്ലോ, കുഞ്ഞു ചപ്പുചവറുകൾക്കിടയിൽ പെറുക്കിയാലുള്ള ഒരവസ്ഥ. സൈഡ് കീറിയിട്ടുണ്ട്. അങ്ങനത്തെ മനസ്സുകൊണ്ട് ആദ്യം ഇങ്ങനെ കടന്നുപോയി. നമ്മൾ കേരളത്തിലായിട്ട് ആയിരുന്നെങ്കിൽ പോക്ക് കേസ് തന്നെയായിരുന്നു. ഇപ്പോൾ ജീവനോടെ കാണത്തില്ലായിരുന്നു. വല്ല കായല്ലോ ഇപ്പം കണ്ടില്ലേ, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ഒരുത്തൻ വെറുതെ വിട്ടില്ല. അതിനെ തന്നെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. അങ്ങനെ ആലോചിച്ചു. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്നോ, പെട്ടെന്ന് വേഗം വീട്ടിൽ വന്നു, ഇച്ചിരി ഭക്ഷണമൊക്കെ എടുത്തു. പിന്നെ ഭക്ഷണം എടുത്ത് മോളെ കയ്യിൽ നിന്ന് ഒരു പാൻറ്റും ഒക്കെ വാങ്ങിച്ച് എൻ്റെ ഒരു ടോപ്പ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിടാത്ത അടിച്ച് സെറ്റാക്കിയ പോലത്തെ ഒരു ടോപ്പുണ്ട്. പുതിയത് തന്നെ ഞാനങ്ങനെ ഇടത്തില്ല. എനിക്കെന്തോ ഒരു കംഫർട്ടബിളായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാതായിട്ട് വന്നു. അപ്പോൾ ഞാൻ അതും എടുത്ത് മോനെയും കൂട്ടി പോയി അവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷേ ആളിനെ അവിടെ എങ്ങും കാണാനില്ല. പിന്നെ ഞാൻ ആ കടക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു, ഈ ഭിക്ഷക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലം അവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടെ ആ പാലത്തിനടിയിലൊക്കെ ഉണ്ടാവാം. അവിടെ എല്ലാം ഏകദേശം പോയി അരിച്ചു പറക്കി. പക്ഷേ ആ പെൺകുട്ടി എങ്ങോട്ട് അപ്രത്യക്ഷയായെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ പറഞ്ഞു, മോളടുത്ത് പറഞ്ഞു, ഇതുപോലെ കാണാൻ കിട്ടിയില്ല, ഇങ്ങനെയാണ് കാര്യം. നമ്മളെ നാട്ടിലായിരുന്നെങ്കിൽ ആ കൊച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താവുമായിരുന്നു. അപ്പോഴത്തേക്ക് അവൾ പറയാണ്, അവരൊക്കെ ഈ ന്യൂസും മറ്റുമൊക്കെ കാണണമല്ലേ, ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നാണോ വിചാരം. എല്ലാ നാടുകളിലും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അന്യനാടും ഭാഷയുടെ പ്രശ്നം കൊണ്ട് നമ്മളൊന്നും അറിയാത്തതാകുമെന്ന്. ഞാൻ എല്ലായിടവും ചുറ്റി നടന്ന് അങ്ങനെ നോക്കി, പക്ഷേ അതിനെ കണ്ടു കിട്ടിയില്ല. അപ്പോൾ പിന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഭക്ഷണവും കൊണ്ട് വീട്ടിൽ തിരികെ വരണ്ട. അപ്പോഴത്തേക്ക് ഒരു അപ്പൂപ്പൻ ഒരു കടയിൽ മുന്നേ കിടന്ന്, ഒരു മുസ്ലിമായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഇവിടെ വീടും കുടിയൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് റോഡ് വക്കിലൊക്കെ കാണാനുള്ള. പക്ഷേ അവരെ കണ്ടു കിട്ടണമെങ്കിൽ നമ്മൾ വെളുപ്പാങ്കാലം ഒരു 6 മണി 7:30 വരെയുള്ള ടൈമിൽ പോയാലേ അവരെയൊക്കെ കണ്ടു കിട്ടൂ. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം, എന്താ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കണം, അത് കൊടുക്കാൻ പറ്റണമെങ്കിൽ കടകളൊക്കെ തുറക്കുന്നതിന് മുമ്പേ നമ്മൾ പോകണം. അങ്ങനെ ഈ അപ്പൂപ്പനെ ഞാൻ മുന്നേയും ഇത്തിരിയും കൂടെ വൃത്തിയുള്ള വേഷത്തിൽ കണ്ടിട്ടുള്ളത് മാതിരി തോന്നുന്നു. ഇപ്പം അങ്ങ് ദേഹമെല്ലാം കറുത്ത് ചെളിയും പിടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ ഭക്ഷണം എടുത്ത് അപ്പൂപ്പനെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അവൻ ഭക്ഷണം കൊണ്ട് അടുത്ത് കൊണ്ട് വെച്ചിട്ട് അപ്പൂപ്പനെ വിളിച്ചിട്ട് അനങ്ങത്തില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞോണ്ടി വിളിക്കണം. അപ്പോൾ അവൻ ഞോണ്ടി വിളിച്ചിട്ട് വരാനൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബോട്ടിൽ കുടിക്കാനുള്ള വെള്ളവും കൊണ്ടുപോയായിരുന്നേ. അപ്പോൾ ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അപ്പൂപ്പനെ മുഖത്ത് കുറേ വെള്ളം എടുത്ത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴേ അപ്പൂപ്പൻ കണ്ണു തുറന്നു നേരെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നിട്ട് എഴിച്ച് ആടി ഇങ്ങനെ ഇരിക്കണുണ്ട്. ആടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ അടുത്തോട്ട് നീക്കി വെച്ചു. അങ്ങനെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ പിന്നെ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അവർക്ക് കൊണ്ടുവന്ന് ഭക്ഷണവും കൊടുത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുത്ത് ഇടാനൊന്നും പറ്റത്തില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല.
ഇപ്പോൾ അങ്ങനെ ഡോഗ്സിൻ്റെ ഇന്ന് ഞാൻ ചർച്ചിൽ പോയി. അപ്പോൾ ഡോഗ്സിനൊന്നും ഫുഡൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റിയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒന്നിനെ എനിക്ക് കണ്ടു കിട്ടിയില്ല, 2-3 ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പോയപ്പോൾ അങ്ങനെ തന്നെ ഒരെണ്ണം ചത്ത് കിടപ്പുണ്ട്. പിന്നെ 4-5 എണ്ണത്തിനെയൊക്കെ കണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ ഞാൻ വൈകുന്നേര സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ എന്ത് പറയാൻ, ഇവിടെയും ഒരുപാട് നമ്മളെ നാട്ടിലെ പോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ട്, വീടും കൂടും ഒക്കെ ഇല്ലാത്തവർ. അവരൊക്കെ ഇങ്ങനെ വല്ല പാലത്തിൻ്റെ അടികളിലൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ കുറച്ച് തുണികളും മറ്റുമൊക്കെ മറച്ച് കെട്ടി അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ഇനി ഞാൻ നോക്കട്ടെ, പതിയെ ഇതുപോലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. എന്താണ് ഞാൻ മുന്നോട്ട് ചെയ്യുന്നതെന്ന് കണ്ടറിയാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.